ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കോർ ടെക്നോളജിയാണ്. ലാംഗ്വേജ് മോഡൽസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ലാംഗ്വേജ് മോഡൽസ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഉള്ളത്. ഈ ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ ലാംഗ്വേജിൽ എന്തെങ്കിലും കാര്യം ടൈപ്പ് ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഒരു സെർച്ച് എഞ്ചിൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഈവൻ ഒരു യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മളത് എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു 2-3 ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്താ മീൻ ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് റിസൾട്ടായിട്ട് കാണിക്കും അല്ലേ. നമ്മൾ ഫുൾ ടൈപ്പ് ചെയ്യേണ്ടി വരാറുണ്ടോ? ഇല്ല. അപ്പോഴേക്കും നമുക്ക് റിസൾട്ട് കാണുന്നു, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ മാറിയതിൻ്റെ പിന്നിൽ ഒരു ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടെക്നോളജിയാണ് ഈ ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. ഹ്യൂമൻ ലാംഗ്വേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജ് മോഡൽസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എന്തൊരു കാര്യമായിട്ട് ഇപ്പോൾ ഈ ലാംഗ്വേജ് മോഡൽ തന്നെ നമ്മൾ എന്ന് പറയുമ്പോഴേക്ക് ലാംഗ്വേജ് മോഡൽസ് എന്നുള്ള നമ്മുടെ മുന്നിലേക്ക് വരും. അതേപോലെ ചിലപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിസ്റ്റായിട്ടൊക്കെ ബാക്കിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ലാംഗ്വേജ് മോഡൽസ് എന്നുള്ള ഐഡിയ ത്രൂ ആണ്. ഇനി എന്താണ് ഒരു ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞാൽ, ഇത് ആക്ച്വലി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റമാണ്. ഇത് ഓൾറെഡി കോഡ് ചെയ്ത് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ സം സീക്വൻസ് ഓഫ് വേർഡ്സ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ 2-3 ലെറ്റർ കാണുമ്പോഴേക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും അതിൻ്റെ ബാക്കി സീക്വൻസ് ജനറേറ്റ് ചെയ്യാനും പോസിബിൾ ആക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ടാസ്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും സം ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായിരിക്കും ആ വേർഡ്, അല്ലെങ്കിൽ എന്തായിരിക്കും ആ സീക്വൻസ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസസ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ലാംഗ്വേജ് മോഡൽ വർക്ക് ചെയ്യുന്നത്? ഇത് ആക്ച്വലി വാസ്റ്റ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റുകളിൽ നിന്ന്, അതായത് അത്തരം പാറ്റേണുകളിൽ നിന്ന് ലേൺ ചെയ്ത് ട്രെയിൻ ചെയ്തുകൊണ്ടാണ് ലാംഗ്വേജ് മോഡൽസ് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഗ്രാമർ ഇൻക്ലൂഡഡ് ആണ്, സിൻടാക്സ്, വേർഡ് മീനിങ്സ്, കോണ്ടെക്സ്റ്റ്, സെമാൻറ്റിക്സ്, റിയൽ വേൾഡ് ഫാക്ട്സ്, പിന്നെ കോമൺ റീസണിങ് പാറ്റേൺസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ലാംഗ്വേജ് മോഡൽസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ന വ്യക്തി ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പ്രീവിയസ് ആയിട്ട് എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പ്രീവിയസ് ആയിട്ടൊക്കെ ഇതന്നെയായിരിക്കും സെർച്ച് ചെയ്യുന്നത് എന്ന് ആര് മനസ്സിലാക്കുന്നുണ്ട്? നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റമായിട്ടുള്ള ലാംഗ്വേജ് മോഡൽ മനസ്സിലാക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യും? അവർ ഓൾറെഡി അത് വെച്ചിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. ഇയാൾ ഇന്നതായിരിക്കും എന്ത് ചെയ്യുക, ചിന്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നൊക്കെ നമുക്കറിയാം. നമ്മളിപ്പോൾ അത്രയും യൂസ്ഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ മോഡേൺ വേർഷൻ എന്ന് പറയുന്നത് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷനാണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോംപ്ലക്സ് ടാസ്കുകളും ലോങ് കോണ്ടെക്സ്റ്റുകളൊക്കെ പ്രോസസ്സ് ചെയ്യാനും ഈസിലി യൂസ് ചെയ്യാനൊക്കെ കഴിയും. പണ്ടതൊന്നും കഴിയുമായിരുന്നില്ല, മീൻസ് കുറച്ച് മുന്നേ വരെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലിമിറ്റേഷൻസിൻ്റെയും അപ്പുറം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ഇനി പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് ലാംഗ്വേജ് മോഡൽസ്. ഏതൊക്കെ ലാംഗ്വേജ് മോഡൽസ് ഉള്ളത്? ആദ്യം ഉണ്ടായിരുന്ന ഏർലി ജനറേഷൻ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ലാംഗ്വേജ് മോഡൽസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എൻഗ്രാം മോഡൽസ് എന്നും നമുക്കതിനെ പറയാം. അതൊരു പ്രോബബിലിസ്റ്റിക് അപ്രോച്ചസ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഒരാൾ ഇന്ന വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാകും എന്നത് എന്തായിരിക്കുമോ ചാൻസസ് നമ്മുടെ മുന്നിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരും. പക്ഷേ ലിമിറ്റഡ് കോണ്ടെക്സ്റ്റിലായിരുന്നു. ആ ലിമിറ്റഡ് കോണ്ടെക്സ്റ്റിൻ്റെ കേസ് വരുമ്പോൾ അക്യുറേറ്റ് ആയിരുന്നു. ഓക്കെ, അതാണ് ഏർലി ജനറേഷനിൽ വരുന്ന ഒരു ടൈപ്പ്. പിന്നെ ന്യൂറൽ ലാംഗ്വേജ് മോഡൽസ് ആണ്. അതൊരു ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്സ് ആണ്. റിക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, RNN, LSTMS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടൈപ്പുകൾ. ബെറ്റർ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതായത് ഏർലി ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ ബെസ്റ്റ് ആയിരുന്നു. പിന്നെയാണ് നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് മോഡൽ വന്നത്, ട്രാൻസ്ഫോമർ ബേസ്ഡ് മോഡൽസ്. അതിന് നമുക്ക് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എക്സാമ്പിളായിട്ട് GPT സീരീസ് ഉണ്ട്, OpenAI, BERT, റോബർട്ട്, പാം, LLMA, ജെമിനി, ക്ലോഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എക്സാമ്പിൾസും ഉണ്ട്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അറ്റൻഷൻ മെക്കാനിസംസ്, അതുപോലെ പാരലൽ ട്രെയിനിങ്, അതായത് വെരി എഫിഷ്യൻ്റ് ആയിരിക്കും, പാരലായിട്ട് ട്രെയിനിങ്ങും നടക്കുന്ന രീതിയിലൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വെരി ലോങ് സീക്വൻസസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഹൈലി കൊഹറൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ റിസൾട്ട് കൊണ്ടുവരുന്നത് ഈ ട്രാൻസ്ഫോമർ ബേസ്ഡ്
മോഡൽസാണ് ഇന്ന് എല്ലായിടത്തും യൂസ് ചെയ്യുന്നതും അതാണ്. ഇനി വാട്ട് ലാംഗ്വേജ് മോഡൽസ് ക്യാൻ ഡു. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മോഡേൺ ലാംഗ്വേജ് മോഡൽസാണ് ലൈക്ക് GPT-5.1 ഒക്കെ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ കഴിയും. ടെക്സ്റ്റ് ജനറേഷൻ പോസിബിളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. പണ്ടൊന്നും അങ്ങനെ അത്ര ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ കുറേ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അതിനോട് മാച്ചായതൊക്കെ വരുന്നൊരു കാലത്തിൽ നിന്ന് ഇപ്പോൾ ഒരു 2-3 ലെറ്റർ എഴുതുമ്പോഴേക്ക് കംപ്ലീറ്റ് ആ സെൻറ്റൻസ് നമ്മളെ മുന്നിലേക്ക് വരികയും നമുക്ക് ഈസിലി ആക്സസിബിൾ ആവുകയും അത്രയും ടൈം കൺസ്യൂമിങ് ഇഷ്യൂസൊക്കെ കുറക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ജനറേഷനാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ട്രാൻസ്ലേഷൻ ഈസ് വെരി ഈസി. അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യാൻ കഴിയും, സെൻറ്റിമെൻറ്റ് അനാലിസിസിന് കഴിയും, കോഡ് ജനറേഷന് കഴിയും, പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, കോൺവെർസേഷൻ ആൻഡ് അസിസ്റ്റൻസസ്, അങ്ങനെ എവറിത്തിങ് എല്ലാ മേഖലയിലും എന്ത് ചെയ്യാൻ കഴിയും, ഒരു ഹെൽപ്പ് തരാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരാൻ അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കാൻ ഇത്തരം സിസ്റ്റത്തിന് കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ചാറ്റ് ബോട്ട് ആവട്ടെ, വിർച്വൽ അസിസ്റ്റൻ്റ് ആവട്ടെ, സെർച്ച് എൻജിൻസ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിൻസ് ആവട്ടെ, റൈറ്റിംഗ് ടൂൾസ് ആവട്ടെ, എനി ടൈപ്പ് ആവട്ടെ, എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ലാംഗ്വേജ് മോഡൽസാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോർ ടെക്നോളജിയാണ് ഈ ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ട്രെയിനിങ് ഓഫ് ലാംഗ്വേജ് മോഡൽസ് ആണ്. പിന്നെ വൈ ലാംഗ്വേജ് മോഡൽസ്, ഇത് രണ്ടും കൂടെ പറയാണ്ട് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ലാംഗ്വേജ് മോഡൽസ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം തന്നെ പ്രീ ട്രെയിനിങ് ആണ്. ഓൾറെഡി ഒരുപാട് ഡാറ്റ സെറ്റുകൾ, ലാർജ് ഡാറ്റ സെറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ലേൺ ചെയ്തിട്ടും അതിനകത്ത് എക്സിക്യൂഷൻസ് നടത്തിക്കൊണ്ടുമാണ് നമ്മളുടെ ഈ AI സിസ്റ്റം ഇതൊക്കെ പെർഫോം ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോഴേക്കും കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡാറ്റ സെറ്റിൽ നിന്നത് ട്രെയിനിങ് നടത്തുന്നുണ്ട്. ബുക്കിൽ നിന്നായിക്കോട്ടെ, വെബ്സൈറ്റിനായിക്കോട്ടെ, ആർട്ടിക്കിൾസിനായിക്കോട്ടെ, എവരിവെയർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ജനറൽ ലാംഗ്വേജ് സ്ട്രക്ചർ വരെ ലേൺ ചെയ്തിട്ടാണ് ഇതിനകത്ത് ട്രെയിനിങ് നടക്കുന്നത്. പിന്നെ ഫൈൻ ട്യൂണിങ് ആണ്. അത് പലപ്പോഴും ഓപ്ഷണലാണ്. ഇപ്പോൾ മെഡിക്കൽ, ലീഗൽ, കോഡിങ് അത്തരം ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ ട്രെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഫ്രം ഹ്യൂമൻ ഫീഡ്ബാക്ക്. ഹ്യൂമൻ ഫീഡ്ബാക്കിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയും, കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള, സേഫായിട്ടുള്ള, അലൈൻഡ് ആയിട്ടുള്ള റെസ്പോൺസസിൽ നിന്നൊക്കെ കൂടുതൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അടുത്ത പറയാനുള്ളത് വൈ ലാംഗ്വേജ് മോഡൽസ് മാറ്റേഴ്സ്. എന്തുകൊണ്ട് ഇത് ഇത്രയും മാറ്റർ ആവുന്നു? ഇതിനൊരു ദേ ഹാവ് റെവല്യൂഷൻ AI എന്നൊക്കെ നമുക്ക് വേണം പറയാം. കാരണം അത്രയും യൂസ്ഫുള്ളായിട്ട് ഈ ലാംഗ്വേജ് മോഡൽസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഹ്യൂമൻ ലാംഗ്വേജ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പിന്നെ ഹ്യൂമൻ ലൈക്ക് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ടാസ്കുകൾ അസിസ്റ്റ് ചെയ്യാനും പെർഫോം ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ഏത് ഡൊമെയിലായാലും ശരി അതിൻ്റെ നോളജിനെ ആക്സസ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ കഴിയും. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അതായത് ഒരു കോമൺ മാനിന് വേണ്ട എല്ലാം അവൈലബിൾ ആക്കി കൊടുക്കാൻ ലാംഗ്വേജ് മോഡൽസ് ത്രൂ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിന്ന് എല്ലാ ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആവട്ടെ, ഹെൽത്ത് കെയർ ആവട്ടെ, ഫിനാൻസ് ആവട്ടെ, കസ്റ്റമർ ആയിക്കോട്ടെ, കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, സയൻറ്റിഫിക് റിസർച്ച് ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, എവരിവെയർ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മോഡൽസ് ആയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കോർ ടെക്നോളജി തന്നെയാണ് ലാംഗ്വേജ് മോഡൽസ്. അത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഏതൊക്കെ ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയാണത് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞു, ട്രെയിനിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു, വൈ എന്നിവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.